ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിച്ച് പരിഹരിക്കുവാനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ട് പുറത്തുവിടുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആവശ്യപ്പെട്ടു. സീറോ മലബാർ സഭ സാമുദായിക ശാക്തീകരണ വർഷത്തിന്റെ കാഞ്ഞിരപ്പള്ളി രൂപതാതല ഉദ്ഘാടനം മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിഞ്ഞുകൂടാ, നമ്മളെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടന്നതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് ആ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസരിച്ച് എന്തു കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയതെന്ന് ആദരണീയനായ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നമ്മോട് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത് പറയാൻ അദ്ദേഹം കടപ്പെട്ട ആളുമാണല്ലോ സ്വാഭാവികമായിട്ടും. അതുപോലെ ഈ കമ്മീഷൻ കൊടുത്ത നിർദ്ദേശങ്ങളും അതിന്റെ റിപ്പോർട്ടും പുറത്തുവിടാനായിട്ടും തീർച്ചയായിട്ടും ആദരണീയനായ മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. ഇത് നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സമുദായ ശാക്തീകരണത്തിന് നമ്മുടെ സമൂഹത്തിന്റെ ദുർബലാവസ്ഥയും നമ്മുടെ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയും വേണ്ടത്ര പരിഹരിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ള ഒരു സത്യമാണ് നമ്മളിവിടെ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല സഭ. നമ്മൾ അങ്ങനെയല്ല ആയിരിക്കാനും പാടില്ല. കത്തോലിക്ക കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല കത്തോലിക്ക കോൺഗ്രസ്. പക്ഷെ കത്തോലിക്ക കോൺഗ്രസിന് ഒരു രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിന്റെ ശാക്തീകരണം. അങ്ങനെ സമുദായം ശക്തി പ്രാപിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നയിക്കുവാനുള്ള അതിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ, അതിന് തീർച്ചയായിട്ടും വേണ്ടത്ര പിന്തുണ നൽകുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ സ്വാഭാവികമായിട്ടും അത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അത് നമ്മളെന്നല്ല, കത്തോലിക്ക കോൺഗ്രസ് എന്നല്ല, അത് നമ്മുടെ സമുദായത്തിന്റെ ചിന്തയായിട്ട് മാറണം. ആരാണ് നമ്മുടെ സമുദായത്തിന്റെ ബഹുമുഖങ്ങളായ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ വേണ്ട വിധം അഡ്രസ് ചെയ്യുന്നത്? ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ഇന്നുണ്ട്. വന്യമൃഗ പ്രശ്നങ്ങൾ ഇങ്ങനെ വല്ലാതെ കൂടി വരികയാണ്. വന്യമൃഗങ്ങളെ തട്ടിയിട്ട് റോഡിൽ കൂടെ നടക്കാൻ വയ്യാത്ത അവസ്ഥ. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയെന്ന് പറയുമ്പോഴും അത് എന്തൊക്കെയാണെന്ന് ഇതുവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിടുവാൻ സർക്കാർ തയ്യാറാകുമെന്ന വിശ്വാസമാണ് ഉള്ളതെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന പള്ളി വികാരി റവറൻ ഡോക്ടർ ജെയിംസ് മുത്തനാട്ട് സ്വാഗതം ആശംസിച്ചു. AKCC രൂപത ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് ആമുഖ സന്ദേശം നൽകി. വികാരി ജനറൽ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലങ്കുന്നേൽ അനുഗ്രഹ പ്രഭാഷണവും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ സന്ദേശവും നൽകി. കാഞ്ഞിരപ്പള്ളി രൂപത പ്രോട്ടസെന്റ് ഫാദർ ജോസഫ് വെള്ളമറ്റം, AKCC രൂപത പ്രസിഡന്റ് KK ബേബി കണ്ടത്തിൽ, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ബിനോ പി ജോസ്, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാൻസി ഫിലിപ്പ് തുടങ്ങിയവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നസ്രാണി പാരമ്പര്യത്തിലുള്ള വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.